മോനെ, നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ജീവിതം ആസ്വദിക്കണ്ടേ? ഈ വൈബ് ഒരിക്കലേ കിട്ടൂ. വീട്ടുകാരോട് പോവാൻ പറ. അവർക്കൊന്നും ഇതിനുള്ള ഭാഗ്യമില്ല. വാടാ മക്കളെ, കേറി വാ. ഈ വാക്കുകൾ നിങ്ങളെ തീർച്ചയായും ഭാരം കൊള്ളിക്കും, എനിക്കുറപ്പാണ്. ഒരു നിമിഷമെങ്കിലും ഈ മാസ്മരിക നിമിഷങ്ങളെ ആശ്ലേഷിക്കുവാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു. ആ സുഖമെന്നറിയാൻ മനസ്സ് കൊതിക്കുന്നു. അല്പസമയത്തേക്ക് മാത്രം, അതിനപ്പുറമില്ല, തീർച്ച. പക്ഷേ ഇത് നിങ്ങളുടെ വ്യാമോഹം മാത്രം. അകലങ്ങളിലിരുന്ന് നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന കഴുകന്മാരുടെ കണ്ണുകളിൽ നിങ്ങൾ പെട്ടിരിക്കുന്നു. അവർ ലക്ഷ്യം കണ്ടിരിക്കുന്നു. അവരുടെ വിരൽത്തുമ്പുകളിലെ ചലനങ്ങൾക്കനുസരിച്ച് ആടാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. തലച്ചോറിനെയും മനസ്സിനെയും അനിർവചനീയമായ ഒരാലസ്യത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന സുഖസഞ്ജീവനി നിങ്ങളിലേക്ക് പല രൂപങ്ങളിലായി എത്തിക്കുവാൻ വാഹകർ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ലഹരിയിൽ അഭിരമിക്കുവാൻ നിങ്ങൾ കാത്തിരിക്കും. പക്ഷേ ഒന്നോർക്കുക, ഈ നൈമിഷിക സുഖത്തിന് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് നിങ്ങളുടെ വിവേകനിർഭരമായ ജീവിതം തന്നെയാണ് എന്നത് മറക്കാതിരിക്കുക. ഒരു തവണ ഇതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മോചനം അസാധ്യമാണ്. മാത്രമല്ല, ഇത് പകർന്നു തരുന്ന മാസ്മരികതയിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ മറക്കും, അച്ഛനെ തിരിച്ചറിയാതെയാകും, എന്തിന് സ്വന്തം സഹോദരിയെ പോലും കണ്ടാൽ അറിയാതാകും. പിന്നെന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് പ്രവചിക്കുവാൻ പോലും കഴിയില്ല. നിങ്ങൾ പതിയെ മരണത്തിലേക്ക് വഴുതി വീഴും. പക്ഷെ അത് സുഖകരമായ ഒരു മരണമായിരിക്കില്ല. ഇഞ്ചിഞ്ചായി നിങ്ങൾ വരിഞ്ഞു മുറുക്കപ്പെടും. ശരീരത്തിൻ്റെ ഓരോ അണുവിലും തീവ്ര വേദന കൊണ്ട് നിങ്ങൾ പിടയും. ഇത്രയും നാൾ നിങ്ങളെ കാത്തു സൂക്ഷിച്ചവർക്ക് ഈ കാഴ്ച എത്രമാത്രം ഹൃദയഭേദകമായിരിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇല്ല, എനിക്ക് തെറ്റി. നിങ്ങൾക്ക് ആലോചിക്കുവാനുള്ള ശേഷി തന്നെ നഷ്ടപ്പെട്ടിരിക്കും. നിങ്ങളെ വശീകരിക്കുവാനായി കരുക്കൾ നീക്കിയവരാരും തന്നെ ഈ ദയനീയ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും. നഷ്ടം പലർക്കുമുണ്ടെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ജീവിതമാണെന്ന് ഓർക്കുക. ഇത് ചിന്തിക്കുവാനുള്ള സമയമാണ്. സ്വയം ആലോചിക്കൂ. ഈ കൂർത്തുമൂർത്ത ദ്രംഷ്ടങ്ങൾക്ക് കൊത്തിപ്പറിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കും. അവയെ അവജ്ഞയോടെ ആട്ടിയകറ്റാൻ മനസ്സിനെ പാകപ്പെടുത്തും. മയക്കുമരുന്നിന് മുമ്പിൽ അടിയറ വെക്കാനുള്ളതല്ല എൻ്റെ മനസ്സും തലച്ചോറും വിവേകവും എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുക. എന്നിലൂടെ എൻ്റെ രാജ്യത്തെ നശിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ദൃഢപ്രതിജ്ഞ എടുക്കുക.